വെൽക്കം ടു ഈസി ടിപ്സ് കിച്ചൺ. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു പുളിശ്ശേരിയാണ്. എല്ലാവർക്കും തന്നെ സദ്യയിൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള പൈനാപ്പിൾ പുളിശ്ശേരിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മൺചട്ടിയിലേക്ക് ഒരു കപ്പ് പൈനാപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ തന്നെ കുരുമുളകിൻ്റെ പൊടി, അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. നമ്മൾ മൺചട്ടിയിലായതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിക്കേണ്ടി വരും. വെള്ളം വറ്റി പോകുമല്ലോ. അപ്പോൾ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യുക. ഒരു 10-15 മിനിറ്റ് മതിയാവും. ഇനി അരപ്പിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരണ്ടിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 2 പച്ചമുളകാണ്. അത് എരിവിനനുസരിച്ച് ചേർത്താൽ മതി. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ പൈനാപ്പിളെല്ലാം നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഒന്നങ്ങോട്ട് ഇളക്കി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ കയ്യിലുകൊണ്ട് തന്നെ ഒന്ന് അങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് ഉടഞ്ഞു പോകുകയെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ ശർക്കരയാണ്. അത് മധുരത്തിനനുസരിച്ച് ചേർത്താൽ മതി. ഇപ്പോൾ ഈ പൈനാപ്പിൾ എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് നല്ല മധുരമുണ്ട്. എന്നിട്ട് ഇതൊന്ന് മെൽറ്റ് ആവുന്ന വരെ 1-2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അരപ്പിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇതിന് മുന്നേ ഞാൻ മാമ്പഴ പുളിശ്ശേരിയുടെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് 1/4 കപ്പ് കട്ട തൈര് എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിൽ അടിച്ചെടുത്താലും മതി. ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. 2 തരത്തിലും ചെയ്യാറുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്തിട്ട് ഒന്നങ്ങോട്ട് ചൂടാക്കിയ ശേഷം നമുക്ക് ഇറക്കി വെക്കാം. നമ്മൾ ഈ മൺചട്ടിയിലായതുകൊണ്ട് ഇങ്ങനെ തിളച്ച് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് ഇറക്കി വെച്ചാൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി വറുത്തിടാനുള്ള കാര്യങ്ങൾ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ട് ചൂടാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ കടുകിട്ടിട്ട് പൊടിച്ചെടുക്കുക. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ട് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഇതുപോലുള്ള കേരള സദ്യ റെസിപ്പീസ് ഞാൻ വേറെയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമുക്കതിനൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കാണണേ. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണും. അതും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. മിസ് ചെയ്യാതെ കാണാനും പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ് ഈസി ടിപ്സ് കിച്ചൺ.